സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ, വാർദ്ധക്യ പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, അവിവാഹിത പെൻഷനുകൾ, കർഷക തൊഴിലാളി ആനുകൂല്യങ്ങൾ, കെട്ടിട നിർമ്മാണ പെൻഷൻ ആനുകൂല്യങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം, കുടിശ്ശിക വിതരണം, വർദ്ധിപ്പിച്ച പെൻഷൻ തുകയുടെ വിതരണ പ്രഖ്യാപനം തുടങ്ങിയ അറിയിപ്പുകൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുകയാണ്. അവതരിപ്പിക്കാൻ പോകുന്ന സംസ്ഥാന ബജറ്റിൽ വീണ്ടും വലിയൊരു പെൻഷൻ വർധനവ് കൂടി എത്തുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത്. സർക്കാർ പുതുക്കി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡ പ്രകാരം ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള 62 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കും ജനുവരി മാസത്തിലെ പെൻഷൻ തുകയായ 2000 രൂപയുടെ വിതരണ നടപടികൾ ആരംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നത്. പ്രകടന പത്രികയിലെ വാഗ്ദാനം അനുസരിച്ച് ഗുണഭോക്താക്കൾക്ക് 2500 രൂപ വരെ ക്ഷേമ പെൻഷൻ ഇനത്തിൽ എത്തിച്ചേരും. ഇത്തവണയും ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് തന്നെയാണ്. ഇതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണ മേഖലയിൽ കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക തുകയിൽ 2 ഗഡു കൂടി അനുവദിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജനുവരി 29 അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിൽ പെൻഷൻ തുകയുടെ കുടിശ്ശിക തീർത്തുള്ള വിതരണവും വർദ്ധിപ്പിക്കാൻ പോകുന്ന പെൻഷൻ തുകയുടെ വിതരണവും സംബന്ധിച്ചുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങളുടെ സ്ഥിരീകരണം ഉണ്ടാകും. ക്ഷേമ ആനുകൂല്യങ്ങളുടെ വിതരണത്തിൽ ഇത്തവണയും മുൻതൂക്കം നൽകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഔദ്യോഗികമായി തന്നെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുകയാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് കൂടുതൽ ജനപ്രിയമാക്കുമെന്നും ധനമന്ത്രി അറിയിച്ചിരിക്കുകയാണ്. ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണ നടപടികൾ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ തുകയുടെ വിതരണങ്ങൾക്ക് ആവശ്യമായ തുക കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുകയാണ്. പെൻഷൻ, ശമ്പളം, ക്ഷേമ പെൻഷൻ എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി വീണ്ടും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വായ്പ എടുത്തിരിക്കുകയാണ്. തുക വിതരണം ജനുവരി മാസം 29 പൂർത്തിയാക്കുന്ന രീതിയിലാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്രിതർക്കുമായി ഏർപ്പെടുത്തിയിട്ടുള്ള മെഡിസെപ് മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ 2ാം ഘട്ടം ഫെബ്രുവരി 1 മുതൽ നടപ്പിൽ വരുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. സർക്കാർ ജീവനക്കാർ, സർവീസ്, കുടുംബ പെൻഷൻകാർ, യൂണിവേഴ്സിറ്റികളിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ജീവനക്കാരും പെൻഷൻകാരും അവരുടെ ആശ്രിതരും ഉൾപ്പെടെ നിലവിലുള്ളവരെല്ലാം പുതുക്കിയ പദ്ധതിയുടെയും ഗുണഭോക്താക്കളായിരിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. വർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നതാണ് പുതിയ പദ്ധതി. അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷ 3 ലക്ഷം രൂപയിൽ നിന്നും 5 ലക്ഷം രൂപയായി 2ാം ഘട്ടത്തിൽ ഉയർത്തിയിട്ടുണ്ട്. പ്രതിമാസം 687 രൂപ പ്രീമിയം ഇനത്തിൽ നൽകിയാൽ മതി. പദ്ധതി അംഗത്തിന്റെയും ആശ്രിതരുടെയും പ്രീമിയമായി വർഷം ആകെ നൽകേണ്ടത് 8244 രൂപ മാത്രമാവും. ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിക്കാണ് പദ്ധതിയുടെ നിർവഹണ ചുമതലയുള്ളത്. വരാൻ പോകുന്ന സംസ്ഥാന ബജറ്റിൽ കൂടുതൽ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് വിവിധ മേഖലകളിലേക്കുള്ളത് പ്രഖ്യാപിക്കാൻ പോകുന്നത്. ക്ഷേമ പെൻഷൻ തുകയിൽ വലിയൊരു വർധനവ് വരുത്തുമ്പോൾ സർക്കാർ മാനദണ്ഡങ്ങളും കൂടുതൽ കടുപ്പിക്കും. ഇതുവരെയും വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കൾ വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി അറിയിപ്പ് കൂടി സർക്കാർ പുറത്തുവിട്ടിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരിൽ ഒരു തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കിയിട്ടില്ലാത്തവർ അത് ഹാജരാക്കണമെന്ന് 2025 മെയ് മാസത്തിൽ സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. ഡിസംബർ 31 കാലാവധി അവസാനിച്ച സാഹചര്യത്തിൽ 62 ലക്ഷത്തിൽ പരം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ 2.53 ലക്ഷം പേർക്കാണ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാനുള്ളത്. ഇവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള സമയമാണ് 6 മാസം കൂടി നീട്ടി നൽകിയിരിക്കുന്നത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി ജൂൺ 30 വരുമാന സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ടെന്നും ധനമന്ത്രി അറിയിച്ചു. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.